പുള്ളി എം പി എന്നുള്ള നിലയിലുള്ള പുള്ളിയുടെ പ്രവർത്തനം, പുള്ളിയുടെ ഫണ്ട് വിനിയോഗം ഇതെല്ലാം ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. യുവാക്കളുടെ ഒരു ഹരമാണ് ജോസ് കെ മാണി. യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒത്തിരി കാര്യങ്ങൾ എം പി ഫണ്ടിൽ ഉപയോഗിച്ച് പുള്ളി ചെയ്തിട്ടുണ്ട്. പേര് ചൊല്ലി വിളിക്കുന്ന പുറത്തെ ചാക്കാച്ച, തോമാച്ച അങ്ങനെ ഒരു നേതാവ് കേരളത്തിൽ ഏതാവുള്ളത്? കുരുവളെ ഇനി വരാൻ വിളി. ആ പുള്ളിയുടെ മകനാണ്. ജലന്തീരെ പണ്ടന്മാരല്ല. ജയിക്കണമല്ലോ, കാരണം മലയാള വികസനവും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ജോസ് കെ മാണി ജയിച്ചിരിക്കണം. ഇനി മാറണമെങ്കിൽ നമ്മുടെ ആള് വരണം, സാറ് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഉറപ്പാണ്. ജോസ് കെ മാണി വരണം. ജോസ് കെ മാണി ഇപ്രാവശ്യം ജയിപ്പിക്കുക. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലയിലാണ്. ത്രികോണ മത്സരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തവണത്തെ മത്സരം പോകുന്നത്. എന്തായാലും എന്താണ് പാലക്കാരുടെ മനസ്സിൽ ഇത്തവണ ആരായിരിക്കും എന്നതൊക്കെ തന്നെയാണ്. ചേട്ടാ, പാലയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ എങ്ങനെയുണ്ട്? പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ, ഉഷാറാണോ? ഒരു ത്രികോണ മത്സരമാണോ അവിടെ നടക്കുന്നത്? ത്രികോണ മത്സരം പറയാൻ പറ്റില്ല. ജോസ് കെ മാണി തന്നെ ഉറപ്പാണ്. അതെന്താ ഇത്ര ഉറപ്പ്? ഉറപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലായ്ക്ക് ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജോസ് കെ മാണിക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ മാണി സാറിനോടുള്ള ഒരു സ്നേഹം കൂടെ ഈ വോട്ടിലൂടെ വരാനുള്ള സാധ്യത ഉണ്ടോ? അതുകൊണ്ടുണ്ട്. മാണി സാർ പാലയുടെ ചങ്കൻ. അതെന്തായാലും പ്രതിഫലിക്കും. ഇവിടെ മാണി സാറിന്റെ മകൻ ജോസ് കെ മാണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. LDF അധികാരത്തിൽ വരും, മന്ത്രിയാണ്. അതെന്താ ഇത്ര ഉറപ്പ്? പുള്ളി എം പി എന്നുള്ള നിലയിലുള്ള പുള്ളിയുടെ പ്രവർത്തനം, പുള്ളിയുടെ ഫണ്ട് വിനിയോഗം ഇതെല്ലാം ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. യുവാക്കളുടെ ഒരു ഹരമാണ് ജോസ് കെ മാണി. യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒത്തിരി കാര്യങ്ങൾ എം പി ഫണ്ടിൽ ഉപയോഗിച്ച് പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു മന്ത്രിയെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. പിന്നെ മാണി സാറിനും പാലായ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നേതാവാണ്. അതായത് പാലായിലെ ജനങ്ങളെ പേരെടുത്ത് വിളിക്കുന്ന നേതാവാണ്. ആ പുള്ളിയുടെ മകനാണ്. ആ പുള്ളിക്ക് വൻ ഭൂരിപക്ഷത്തിൽ ജനം വോട്ട് ചെയ്യും. യാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് മാണി സാറിനുള്ള മകനുള്ള ആ ജനം വോട്ട് ചെയ്യും. നമ്മളെ ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ദിവസം അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ ദിവസം കൂടെയാണ്. ഓർമ്മ ദിവസം കൂടെയാണ്. തീർച്ചയായിട്ടും അന്ന് ഈ പാലക്കാര് മൊത്തം അദ്ദേഹത്തിന് ഓർക്കും. തീർച്ചയായിട്ടും ഓർക്കും. ആ പേര് ചൊല്ലി വിളിക്കുന്ന പുറത്തെ ചാക്കാച്ച, തോമാച്ച അങ്ങനെ ഒരു നേതാവ് കേരളത്തിൽ ഏതാവുള്ളത്? കുരുവളെ ഇനി വരാൻ വിളി. ആ പുള്ളിയുടെ മകനാണ്. ജലന്തീരെ പണ്ടന്മാരല്ല. ജനങ്ങൾക്ക് വിവരമുണ്ട്. മാണി സാറിന്റെ ഒരു പൈതൃകം, അതുപോലെ തന്നെ മാണി സാറ് തുടങ്ങി വെച്ച ഒത്തിരി കാര്യങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ ജോസ് കെ മാണി കാരണം. നമ്മുടെ പാലയിലെ 3 സ്ഥാനാർത്ഥികൾ ഉണ്ടല്ലോ, അതായത് 3 പേര് എങ്ങനെയുണ്ട്? കട്ടക്കാണോ അല്ലെങ്കിൽ അങ്ങനെ ഒത്തുചേർന്ന് അല്ല, അങ്ങനെയൊന്നുമില്ല. ജോസ് കെ മാണി ഇവിടെ ജയിക്കും. നമുക്ക് വേറെ ആളുടെ ഇത് വരേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ കാര്യം പറഞ്ഞാൽ മതി. നമ്മൾ വേറെ ആളെ കുറ്റം പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടേണ്ട കാര്യമില്ല. ജോസ് കെ മാണി ഇവിടെ ജയിക്കും. ജോസ് കെ മാണിക്ക് അർഹതയുണ്ട്. മാണി സാറ് തുടങ്ങി വെച്ച പരിപാടികൾ പൂർത്തിയാകണമെങ്കിൽ ജോസ് കെ മാണി ജയിക്കണം. അത് തന്നെയല്ല, LDF അധികാരത്തിൽ വരുന്ന സർവേകളെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഒരു പിണറായി വിരുദ്ധ വികാരം ഇപ്പോ കേരളത്തിൽ പൊതുവെ ഉണ്ടെന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. ഇല്ല, പിണറായി വിരുദ്ധ വികാരം ഇല്ല. അത് ക്ഷേമ പെൻഷൻ വികസന പ്രവർത്തനങ്ങള് ചെറിയ തോതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റ് ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വെച്ച് അത് സോൾവ് ചെയ്യുന്നുണ്ടല്ലോ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊന്നും അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വഴിക്ക് പോകും. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും. ഉപ്പ് തിന്നുന്ന വെള്ളം കുടിക്കും. അത് രാഷ്ട്രീയമായിട്ട് കുഴക്കേണ്ട കാര്യമില്ല. അത് കോടതി ആ കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, രാഷ്ട്രീയക്കാരല്ല. ആ കേസ് കോടതിയുടെ മുന്നില്ല. കോടതി ഉപ്പ് തിന്നുന്ന വെള്ളം കുടിക്കും. സത്യസന്ധമായിട്ട് ഇവിടെ ആണെങ്കിലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. പാലക്കാട് പ്രശ്നം എന്ന് പറഞ്ഞാൽ 100% ജോസ് കെ മാണി ജയിക്കും. ജോസ് കെ മാണി ജയിക്കണമല്ലോ, കാരണം മലയാള വികസനവും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ജോസ് കെ മാണി ജയിച്ചിരിക്കണം. ഈ മാണി സി കാപ്പൻ ജയിക്കണം എന്ന് പറയുന്നവരുണ്ട് ഇവിടെ. പറയുന്നവരുണ്ട്. പക്ഷെ മലയാള ഈ 7 വർഷത്തെ വികസനം എല്ലാം പിന്നോട്ടടിച്ചില്ലേ. ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ജോസ് കെ മാണി ജയിക്കണം. ആണോ? അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം? ജോസ് കെ മാണി ജയിക്കണം. ജോസ് കെ മാണി ആയിരിക്കും ഒരു മന്ത്രിയാവണം. ഭരണം പോയാൽ തന്നെ MLA ആയിരിക്കുമല്ലോ, അതിന് മന്ത്രിയാവണം. ഈ പുള്ളി ആയിരിക്കണമെന്നാ പാലയില്. അപ്പന 6 വർഷം കിട്ടില്ല, മതി. ഈ സിറ്റിംഗ് MLA പാലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു അഭിപ്രായം ഉണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല എന്ന അഭിപ്രായം ഇല്ല. ഒരു തുടരാനുള്ള ആഗ്രഹമില്ല. പാലയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നന്നായിട്ട് നടന്നോണ്ടിരിക്കണം. തെരഞ്ഞെടുപ്പ് ചൂടിലേക്കൊക്കെ എല്ലാവരും വരുന്നത്. നല്ല ചൂടാണ്. അതായത് മൂന്ന് ആൾക്കാരും ശക്തരാണ്. ത്രികോണ മത്സരം എന്നൊക്കെയാ പറയുന്നത്. ആണോ? അങ്ങനെയൊക്കെ നടക്കുന്നു. ആര് ജയിക്കാനാണ് സാധ്യത? ഒരു പിടിപാടുമില്ല. ഇപ്രാവശ്യം എല്ലാവരും നല്ല ശക്തരല്ലേ. ആകാംക്ഷയിലാണോ? ആകാംക്ഷയിലാണ്. അറിയത്തില്ല.
മൂന്ന് പേരും ഒപ്പത്തിനൊപ്പം വാശിയേറിയ മത്സരം ഈ പ്രാവശ്യം. ത്രികോണ മത്സരം എന്താണ്? മത്സരം പാലയുടെ അവസ്ഥ വളരെ മോശമായി ഇപ്പൊ. ഇപ്പൊ വളരെ മോശമാണ്. അപ്പൊ ഇത് മാറണമെങ്കിൽ ഇനി മാറണമെങ്കിൽ നമ്മുടെ ആള് വരണം, ആരാണ് മനസ്സാവ് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഉറപ്പാണ്? ഉറപ്പാണ്. ജോസ് കെ മാണി വരണം. എല്ലാ കാര്യങ്ങൾക്കും ഒരു എന്താ പറയാ, ഒരു എനർജി കിട്ടണം. കാര്യങ്ങളൊക്കെ നടക്കണം, നല്ല രീതിയിൽ പോണം. നമ്മുടെ വഴികളെല്ലാം മോശമാണ്, എല്ലാം ക്ലിയർ ആകണം. വലിയ പ്രതീക്ഷയാണ്. വലിയ പ്രതീക്ഷയാണ്. അങ്ങനെ പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് മാണി കാപ്പൻ ജയിക്കുമെന്ന് ഞാൻ പറയുന്നു. അവര് ജയിക്കണം, എന്നാലും ശരി. ഈ ഭരണം എന്ന് പറയുന്നത് ഇപ്പം 10 വർഷം അടുപ്പിച്ച് വെച്ചില്ല ഇവര്. ഇതിന് മാറി നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാലം ഇപ്പൊ പിണറായി വിജയൻ നിൽക്കുന്നുണ്ട്. പുള്ളി ഇപ്പൊ 82 വയസ്സ് കഴിഞ്ഞില്ല പുള്ളിക്ക്. അപ്പൊ 82 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇനി പുള്ളിയുടെ ആഗ്രഹം, ഇനി പുള്ളി നിൽക്കുന്ന പ്ലാൻ ചെയ്യുന്ന ഇനിയും പുള്ളിക്ക് മുഖ്യമന്ത്രി ആണെന്ന് പറഞ്ഞോണ്ടാ. അത് പാടില്ല. ഇത്ര പ്രായമായില്ല, പുള്ളി മാറി നിൽക്കണം. ഇപ്പം ഇവര് തന്നെ പറയുന്നുണ്ട് ഈ 70 വയസ്സ് കഴിഞ്ഞവരെ നിർത്താൻ പാടില്ലെന്നാണ്. ഇപ്പൊ 82 വയസ്സുള്ള ആള് നിൽക്കുന്നു അതിനകത്ത്. അപ്പൊ പുള്ളിക്ക് ഇനി അടുത്ത ഭരണം കിട്ടിയാലും അടുത്ത പ്രാവശ്യം ഇവർക്ക് പുള്ളിക്ക് മുഖ്യമന്ത്രി ആകണം. അത് പാടില്ല. പുള്ളി പ്രായമായില്ലേ, മുത്തച്ഛനൊക്കെ പിന്നെ വീട്ടിലേക്ക് ഡ്രസ് എടുക്കട്ടെ. അതിനോട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് അവർക്ക് ചെയ്യുള്ളൂ. അപ്പം ഞാൻ കോൺഗ്രസ്സുകാരായിരിക്കുമ്പം എനിക്ക് ഇടതുപക്ഷം വരണമെന്ന് ഞാൻ പറയുമല്ലോ. UDF വരണം, മാറ്റം വരണം. ഇനി 5 വർഷം അവര് ഭരിക്കട്ടെ. 5 വർഷം ഭരിച്ചല്ലേ ഇവിടെ പാലയില് ഭരിച്ചു. പാലയിൽ ഇപ്പം ഞങ്ങൾ മുനിസിപ്പാലിറ്റി പിടിച്ചിട്ടുണ്ട്. പാല മുനിസിപ്പാലിറ്റി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറെ പഞ്ചായത്ത് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കണക്കൂട്ട് നോക്കുമ്പം മാനസികാപ്പം ജയിക്കണം. പിന്നെ ഷോൺ കയറി വന്നിട്ടുണ്ട് ഇടയ്ക്ക്, അതുകൊണ്ട് ടൈറ്റ് ആയിരിക്കും. അതെ, ഷോൺ ഭീഷണിയാവും. ഷോൺ പിടിക്കുന്ന വോട്ടിൽ ഷോൺ 6 വോട്ട് പിടിക്കുന്നോ അവര് നോക്കും. അതാണ് ഇപ്പത്തെ നിലവാരം. ഏറ്റവും അവസാന ഘട്ടത്തിലേക്കായി. അതിനിടയ്ക്ക് ഈസ്റ്ററിന്റെ തിരക്കുകളും ബഹളങ്ങളും കടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് പാലയിലെ ഒരു അവസ്ഥ? പാലായിൽ തവണ ജോസ് കെ മാണി നല്ല പുരുഷത്തി. എത്ര ഉറപ്പ്? ജോസ് കെ മാണിയുടെ വികസനങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സിറ്റിംഗ് MLA സിറ്റിംഗ് എന്റെ കാഴ്ചപ്പാടിൽ അധികം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോസ് കെ മാണി ചെയ്തതായിട്ട് എനിക്ക് അറിയത്തുള്ളൂ. എന്തൊക്കെയാ അറിവുള്ള BMWC റോഡ്, IIT വലൂര്, പിന്നെ അതുപോലെ റിഫൈൻ സിറ്റി കൊറോളങ്ങാട്, അങ്ങനെ ഒരു എടുത്തു പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ ജോസ് കെ മാണി ചെയ്തിട്ടുണ്ട്. ജോസ് കെ മാണി ജയിക്കോ? എന്താ കാരണം? എന്താ ജോസ് കെ മാണി ഈ പ്രാവശ്യം ജയിപ്പിക്കുക? ജയിപ്പിക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു റീസൺ പറ. വർഷങ്ങളായിട്ട് ജോസ് കെ മാണിക്ക് വോട്ട് ചെയ്തോണ്ട്. അപ്പൊ ഇത്തവണ പാർട്ടി മാറിയാലും ഞങ്ങൾ ജോസ് കെ മാണിക്ക് ചെയ്തു. ഈ പറയുന്നത് പോലെ നിലവിലുള്ള സിറ്റിംഗ് MLA തോൽപ്പിച്ചുകൊണ്ടായിരിക്കും ഒരു വിജയം. അതെ അതെ. ഈ സിറ്റിംഗ് MLA കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താ? അഭിപ്രായം പുള്ളി കുഴപ്പമൊന്നുമില്ല, ആള് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുള്ളിനെ വേണ്ട. വേണ്ടെന്നല്ല, ഈ പ്രാവശ്യം ജോസ് കെ മാണി ജയിക്കും. ജോസ് കെ മാണി സാധ്യത. അതെന്താ അങ്ങനെ തോന്നാൻ? അതങ്ങനെയാണ്, ജനത്തിന്റെ ജയിക്കുന്ന ഉറപ്പാണ്. പുള്ളിനെ ഇഷ്ടമാണോ? പുള്ളി ഇഷ്ടമാണ്, നമ്മള് പുള്ളിയുടെ പാർട്ടിക്കാരനാണ്. ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാകാനുള്ള കാരണം എന്താ? അത് കാരണം നമ്മളൊരു ജനത്തിന്റെ ആൾക്കാരല്ലേ, ഇതിന്റെ കാരണം. ഇത്തവണ പുള്ളി വരുന്ന ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് വിശേഷം എന്നാ പറയാനാ? എന്താണ് അവസ്ഥ? ഇവിടെ കാപ്പൻ സാർ ജയിക്കുന്നു പറയുന്നു, ജോസ് കെ മാണി ജയിക്കുന്നു. ഇത് കൂടാതെ ഷോൺ ജോർജ് ജയിക്കുന്നു പറയുന്നു. ഇങ്ങനെയാണ് ആര് ജയിക്കും എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയാൻ പറ്റിയല്ലോ. കൺഫ്യൂഷനിലാണ്. ഏറെക്കുറെ എല്ലാരും വോട്ട് പിടിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. BJP സ്ഥാനാർത്ഥിയാണെങ്കിൽ എല്ലാ പ്രാവശ്യം കുറഞ്ഞ വോട്ടല്ലേ കിട്ടാം. ഇത്തവണ അവനും കണ്ടവനും വോട്ട് പിടിച്ചോണ്ട് പോകും. അപ്പൊ നമുക്കൊന്നും വിലയിരുത്താൻ പറ്റിയത്. പാലയിൽ ഇത്തവണ ത്രികോണ മത്സരം തന്നെ, ചൂടേറിയ മത്സരം, നല്ല മത്സരം. ആര് വരാനാണ് ആഗ്രഹം? ആര് വരണം? നമുക്ക് അങ്ങനെയൊന്നുമില്ല. എന്നാലും പാലക്കാരെന്ന് പറയുമ്പോ പാലയിലെ വികസനങ്ങളും ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കല്ലോ അയാളെ ജയിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നത്. അങ്ങനെ നമുക്ക് അങ്ങനെ ആര് ജയിച്ചാലും നമ്മുടെ സ്ഥാനാർത്ഥിന് മാത്രമേ പറയൂ. അങ്ങനെയുള്ളൂ. നമുക്ക് ആര് ജയിച്ചാലും കുഴപ്പമില്ല. BJP-ക്കാരൻ ജയിച്ചാലും കുഴപ്പമില്ല, ജോസ് കെ മാണി ജയിച്ചാലും കുഴപ്പമില്ല, മാണിച്ചൻ ജയിച്ചാലും കുഴപ്പമില്ല. മാനസികാപ്പൻ അയാൾ ഇവിടെ 3-4 ട്രിപ്പ് ജയിച്ച ആളാണ്. കുറെ ആൾക്കാർ അയാൾ ജയിക്കുന്ന പറയുന്നത്. ജോസ് കെ മാണിയുടെ പേരും പറയുന്നുണ്ട്. ഈ 2 പേരെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റേ നോട്ട് കണ്ടുപോകാൻ പിടിക്കുന്നതേ പറഞ്ഞോളൂ, ജയിക്കുന്ന കാര്യം ആരും പറഞ്ഞു കേട്ടില്ല.